കുട്ടികളെ അടുത്തതായിട്ട് ഇതാ നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. എന്താണ് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, ഇതാണ് ഡൈപോൾ ആക്സിസ്, -q to +q അല്ലെങ്കിൽ +q to -q. ആ ഡൈപോൾ ആക്സിസിന്റെ മിഡ് പോയിന്റ്, അതിൽ നിന്നും ദ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മുകളിലേക്ക് ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ ഉള്ള ഒരു പോയിന്റിനെയാണ് നമ്മൾ ഇക്വറ്റോറിയൽ പോയിന്റ് എന്ന് വിളിക്കുക. ഇതാണ് ഇക്വറ്റോറിയൽ ലൈൻ. മനസ്സിലായോ? അപ്പൊ ആക്സിസ് മിഡ് പോയിന്റിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലേക്ക് r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ്, അതിനെയാണ് ഇക്വറ്റോറിയൽ പോയിന്റ് എന്ന് പറയുന്നത്. ഈ ലൈനെയാണ് നമ്മൾ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് വിളിക്കുക. അപ്പോൾ ആ ഇക്വറ്റോറിയൽ ലൈനിലെ ഒരു പോയിന്റ്, അതാണ് ഇക്വറ്റോറിയൽ പോയിന്റ്. ആ പോയിന്റിൽ ഈ രണ്ട് ചാർജുകൾ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതിന്റെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ്, റിസൾട്ടന്റ് ആണ് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതാ നോക്കുന്നു, രണ്ടാമത്തെ ഡെറിവേഷൻ ആണ്, വളരെ 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 പ്രധാനപ്പെട്ട ഡെറിവേഷൻ ആണ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ ലൈനിലെ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക, നമ്മളിതാ ഈ പിക്ചറിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയാൻ പോവുകയാണ്. ശ്രദ്ധിക്കൂ, ഇതാ നോക്കുക, -q +q, ഇതാണ് നമ്മുടെ ഡൈപോൾ തമ്മിലുള്ള സെപ്പറേഷൻ 2a ആണ്. ഇത് മിഡ് പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളത് a ആണ്, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളത് a ആണ്. ഇത് ഒറിജിൻ എന്നെടുക്കുക, O. ഓക്കെ, നമ്മുടെ റെഫറൻസ് പോയിന്റ് ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ എല്ലാം മെഷർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെന്ററിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെ ഇക്വറ്റോറിയൽ ലൈനുള്ള പോയിന്റ് എല്ലാം മെഷർ ചെയ്യുന്ന ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്നുമാണ്. അപ്പോൾ ദാ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള, അതായത് P ആണ് നമ്മുടെ പോയിന്റ്, ഡൈപോൾ മൊമെന്റ് അല്ല P നമ്മുടെ പോയിന്റ് ആണ്. അപ്പോ ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്നും ദാ ഈ P വരെയുള്ള ഡിസ്റ്റൻസ് ആണ് r. ഓക്കെ, ഇത് a ആണ്, ഇങ്ങോട്ട് a. ഓക്കെ, ശ്രദ്ധിക്കൂ. ഇനി ഈ പോയിന്റിൽ ആരൊക്കെ കാരണമുള്ള ഫീൽഡ് ഉണ്ട്? ഈ +q കാരണമുള്ള ഫീൽഡ് ഉണ്ട് ഇങ്ങോട്ട്. അതാണ് ഈ കണ്ടോ, ഈ ബോൾഡ് ലെറ്ററിൽ ഈ പ്ലസ് വെക്റ്റർ ആണ്. ഇനി -q കാരണമുള്ള ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? -q എന്നുള്ള ചാർജിലേക്കാണ്. അത് നിങ്ങൾക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇൻടു ദ ചാർജ് ആണ് ഡയറക്ഷൻ. അതാണ് E-. കുട്ടികളെ, ഈ രണ്ട് വെക്ടറുകളുടെ റിസൾട്ടന്റിനെ നമ്മൾ വിളിക്കുന്നതാണ്, ഈ രണ്ട് വെക്ടറുകളുടെ റിസൾട്ടന്റ് ആണ് ഈ പോയിന്റ് P എന്നുള്ള ഈ പോയിന്റിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോ ഇവിടെ മറ്റു ചില കാര്യങ്ങളും കൂടി കടന്നു വരികയാണ്. ഇതാ നോക്ക്, ഈ E+ എന്നുള്ള ഈ വെക്ടറിനെ നിങ്ങൾക്ക് രണ്ട് റെക്ടാങ്കുലാർ കമ്പോണന്റുകളാക്കി റിസോൾവ് ചെയ്യാം. എങ്ങനെ? E+ sin θ എന്നും E+ cos θ എന്നും. ശരിയല്ലേ? ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിളും തീറ്റ ആണെങ്കിൽ ഇത് തീറ്റയാണ്. കാര്യം ആംഗിൾസിന്റെ പ്രോപ്പർട്ടി വെച്ച് അങ്ങനെ വരുന്നു. എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇത് തീറ്റ. ഓക്കെ, അപ്പോ നോക്കുക, ഈ E+ എന്നുള്ള വെക്ടറിന് രണ്ട് കമ്പോണന്റുകളുണ്ട്, E+ sin θ, E+ cos θ. അതുപോലെ ഈ E- എന്നുള്ള ഈ വെക്ടറിനും രണ്ട് കമ്പോണന്റുകളുണ്ട്, E- sin θ, E- cos θ. കണ്ടോ, E- cos θയുടെയും E- sin θയുടെയും ഡയറക്ഷൻ, E- cos θയുടെയും E+ cos θയുടെയും ഡയറക്ഷൻ ഇങ്ങനെയാണ്. പക്ഷേ E- sin θയുടെയും E+ sin θയുടെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഇനി നിങ്ങൾക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ സോഴ്സ് ചാർജ് മുതൽ ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ശരിയല്ലേ? ഇവിടെ നോക്കി, ഈ +q ചാർജ് മുതൽ ഈ ഒരു പോയിന്റ് P വരെയുള്ള ദൂരം എത്ര, എങ്ങനെ കണ്ടുപിടിക്കാം? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കി, ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് A ആണ്, ഇത് R ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് √r² + a². അതേ ഡിസ്റ്റൻസ് അല്ലേ ഇതാ ഇതും, √r² + a² അല്ലേ ഈ -q മുതൽ ഈ P വരെയുള്ള പോയിന്റിലെ നൽകിയ P വരെയുള്ള ദൂരവും. ശരിയല്ലേ? അപ്പൊ ഇതാണ് ഈ ഓവറോൾ പിക്ചർ. ഇതുപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഈ രണ്ട് റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വെക്ടറുകളെ ആഡ് ചെയ്യുന്നതാണ്. ഇതില് ഈ E+ sin θ, E- sin θ, ഇത് രണ്ടും
ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഇ പ്ലസും ഇ മൈനസും എങ്ങനെ ഈക്വൽ ആവുമെന്നായിരിക്കും നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈക്വൽ ആവുക? ഈക്വൽ അല്ലേ? രണ്ടിന്റെ നോക്ക്, ഇ പ്ലസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. അത് നോക്ക്, ഇ പ്ലസ് 1/4πε0, അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. 1/4πε0 ഇൻറ്റു ഏത് ചാർജ് ആണ്? ക്യൂ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് r² പ്ലസ് a². ഇനി മൈനസ് ക്യൂ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡോ? അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് എടുക്കണ്ട. അപ്പൊ 1/4πε0 ക്യൂ ബൈ പറഞ്ഞോളൂ r² പ്ലസ് a². രണ്ടും ഒരേ ഡിസ്റ്റൻസ് അല്ലേ? r². ഇവിടെ മുതൽ ഇവിടം വരെയും ഇവിടം വരെ വരെയുള്ള ദൂരം ഒന്നാണ്. അപ്പൊ നോക്കി, ഇത് രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ കുട്ടികളെ? ഇ പ്ലസിന്റെ മാഗ്നിറ്റ്യൂഡും ഇ മൈനസിന്റെ മാഗ്നിറ്റ്യൂഡും സെയിം തന്നെയാണ്. ഡയറക്ഷൻ വേറെ വേറെ ആണെന്നേ ഉള്ളൂ. രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പൊ നോക്ക്, ഇ പ്ലസിന്റെ ഇ മൈനസിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പൊ ഇ പ്ലസ് സൈൻ തീറ്റയുടെയും ഇ മൈനസ് സൈൻ തീറ്റയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ? സൈൻ തീറ്റ രണ്ടിടത്തും ഒന്നല്ലേ? അപ്പൊ അങ്ങോട്ട് ഒരേ അങ്ങോട്ട് എന്താണ്, ഇപ്പൊ ഒരു 50 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് അങ്ങോട്ട് വലിക്കുന്നു, 50 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് ഇങ്ങോട്ട് വലിക്കുന്നു. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലേ? അപ്പൊ രണ്ടും എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്ത് പോകുന്നു. അതുപോലെയാണ് ഇ പ്ലസിന്റെ ഇ മൈനസിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പൊ ഇ പ്ലസ് സൈൻ തീറ്റ ഇ മൈനസ് സൈൻ തീറ്റയും ഈക്വൽ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ ഈ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ ആരെ മാത്രം കൂട്ടിയാൽ മതി? ഈ കോസ് കമ്പോണന്റുകളെ മാത്രം കൂട്ടിയാൽ മതി. ഇതാണ് നമ്മുടെ ഓവറോൾ പിക്ചർ. ഓക്കെ, ഇത് ഉപയോഗിച്ചാണ്, ഈ മെക്കാനിസം ഉപയോഗിച്ചാണ് നമ്മൾ ഇക്വറ്റോറിയൽ ലൈനിലെ എന്ത് കണ്ടുപിടിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്. ഇക്വറ്റോറിയൽ ലൈനിലെ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത്രയും എന്ത് ചെയ്യുക? മനസ്സിലാക്കുക, ഈ പിക്ചർ വരയ്ക്കുക. എന്നിട്ട് ബാക്കി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പൊ നമുക്ക് ഡെറിവേഷനിലേക്ക് പോവാം. നോക്കൂ, കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെന്റ് വെക്ടർ പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a പി ക്യാപ്. അപ്പൊ നമ്മുടെ ഡൈപോൾ ആണത്. അതിനെക്കുറിച്ചുള്ള ഫണ്ടമെന്റൽസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ മൈനസ് ക്യൂ പ്ലസ് ക്യൂ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, വെക്ടർ പി വെക്ടർ ആണ്. പി എന്നുള്ള വെക്ടർ കൊണ്ട് സൂചിപ്പിക്കുന്നു. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ക്യൂ ഇൻറ്റു വൺ ഓഫ് ദ ചാർജസ് ഇൻറ്റു സെപ്പറേഷൻ ഓഫ് ദ ഡൈപോൾ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ദ ഡൈപോൾ. മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ക്യൂ ഇൻറ്റു 2a. അതുപോലെ അതൊരു വെക്ടർ ആണ്. അപ്പൊ അതിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് പി ക്യാപ്പ്. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവിടെ ആരൊക്കെയുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ട്? മൈനസ് ക്യൂ കാരണമുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്, പ്ലസ് ക്യൂ കാരണമുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ വെക്ടർ റെസൊല്യൂഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഈ വെക്ടറിനെ രണ്ട് റെക്ടാങ്കുലർ പെർപെൻഡിക്കുലർ കമ്പോണന്റുകളാക്കി റിസോൾവ് ചെയ്യുന്നു. ഇത് സൈൻ കമ്പോണന്റ്, ഇത് കോസ് കമ്പോണന്റ്. ഈ മൈനസിന്റെ സൈൻ കമ്പോണന്റ് ഇത്, കോസ് കമ്പോണന്റ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഡെറിവേഷനിലേക്ക് പോകാം. നോക്കൂ, we have to find the electric field intensity at a point P on the equatorial line of the dipole distant r from the midpoint of the dipole. ഡൈപോളിന്റെ മിഡ് നിന്നും പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് ആണ് ഇക്വറ്റോറിയൽ പോയിന്റ്. ആ ലൈനാണ് ഇക്വറ്റോറിയൽ ലൈൻ. ഓക്കെ, അവിടെയുള്ള r ഡിസ്റ്റൻസ് അകലെയുള്ള P എന്നുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അവിടെ പ്ലസ് ക്യൂ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ എന്താണ് കണ്ടുപിടിക്കുന്നത്? പ്ലസ് ക്യൂ ചാർജ് കാരണം, പ്ലസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്നുള്ള ഈ പൊസിഷനിലാണ് ഇരിക്കുന്നത്. മൈനസ് ക്യൂ ആണ് എ. അതിപ്പോ ഈ പൊസിഷൻ ഏതായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇവിടെ പ്ലസ് ക്യൂ ചാർജിന് ഇവിടെ എ എന്ന് കൊടുക്കാം, ഇവിടെ ബി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ മൈനസ് ക്യൂവിന് ബി എന്നോ എന്ത് വേണോ കൊടുക്കാം. അത് എന്താണ്? അത് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുന്ന ഒരു സിമ്പിൾസ് ഒന്നും അല്ല. അപ്പോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? പി എന്നുള്ള പോയിന്റിൽ പ്ലസ് ക്യൂ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇ പ്ലസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? 1/4πε0. ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജ് ഡിവൈഡഡ് ബൈ ചാർജ് മുതൽ ആ പോയിന്റ് വരെയുള്ള ദൂരമാണ്, സ്ട്രൈറ്റ് ലൈൻ ദൂരം. ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജ് ഏതാണ്? പ്ലസ് ക്യൂ. ചാർജ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ദൂരം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച √r² പ്ലസ് a². ഇതാണ്. അതുപോലെ തന്നെയാണ് പി എന്നുള്ള പോയിന്റിൽ മൈനസ് ക്യൂ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വെക്ടർ ചിഹ്നം ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇത് മാഗ്നിറ്റ്യൂഡ് ആണ്. ഇ മൈനസ് ഇക്വൽ ടു 1/4πε0 ക്യൂ ബൈ r² പ്ലസ് a². ഇനി നമുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇ പ്ലസ് എന്നുള്ള ആ വെക്ടറിനെ നമ്മൾ രണ്ട് കമ്പോണന്റുകളാക്കി സ്പ്ലിറ്റ് ചെയ്തു. ഇ പ്ലസ് കോസ് തീറ്റ, ഇ പ്ലസ് സൈൻ തീറ്റ. കണ്ടോ? ഇ പ്ലസ് കോസ് തീറ്റ,
ഇ പ്ലസ് സൈൻ തീറ്റ. ഓക്കെ, ഇ പ്ലസ് എന്ന് പറഞ്ഞാൽ താഴെ വേണം ഇടാൻ ഇ പ്ലസ് കോസ് തീറ്റ അല്ല, ഇ പ്ലസ് എന്നത് സിമ്പലാണ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ്. ഓക്കെ, അതുപോലെ ഇ മൈനസ് എന്നുള്ള പിന്നെ വെക്ടറിനെ നമ്മൾ എന്ത് ചെയ്തു, കമ്പോണന്റുകളാക്കി സ്പ്ലിറ്റ് ചെയ്തു. ഇ മൈനസ് കോസ് തീറ്റ, ഇ മൈനസ് സൈൻ തീറ്റ. ഇതിൽ ഇ പ്ലസ് സൈൻ തീറ്റ, ഇ മൈനസ് സൈൻ തീറ്റ കമ്പോണന്റുകൾ ക്യാൻസൽ ചെയ്ത് പോയി. കണ്ടോ, ഇ മൈനസ് സൈൻ തീറ്റ, ഇ പ്ലസ് സൈൻ തീറ്റ രണ്ടിനും ഒരേ മാഗ്നിറ്റ്യൂഡ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, ക്യാൻസൽ ചെയ്ത് പോയി. റിസൾട്ടന്റ് 0 ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇ പ്ലസ് സൈൻ തീറ്റ ആൻഡ് ഇ മൈനസ് സൈൻ തീറ്റ കമ്പോണന്റ്സ് ക്യാൻസൽ ഈച്ച് അതർ ബീങ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. എന്നാൽ ഇ പ്ലസ് കോസ് തീറ്റ, അതാ കണ്ടോ, ഇ പ്ലസ് കോസ് തീറ്റ, ഇ പ്ലസിന്റെ കോസ് കമ്പോണന്റും ഇ മൈനസിന്റെ കോസ് കമ്പോണന്റും ഒരേ ഡയറക്ഷനിലാണ്, അത് രണ്ടും ആഡ് ചെയ്യപ്പെടും. ഇതാ കണ്ടോ, ഇത് ഇ പ്ലസ് കോസ് തീറ്റ ആൻഡ് ഇ മൈനസ് കോസ് തീറ്റ കമ്പോണന്റ്സ് ആഡ് ടുഗദർ. അപ്പോൾ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഇ പ്ലസ് കോസ് തീറ്റ പ്ലസ് ഇ മൈനസ് കോസ് തീറ്റ. കാര്യം ഇവിടെ റിസൾട്ടന്റ് ഈക്വൽ ടു ഈ രണ്ട് വെക്ടറുകളുടെ, ഇത് രണ്ട് കമ്പോണന്റ്സ് ആണ്, മാഗ്നിറ്റ്യൂഡ് ആണ്, അത് രണ്ടിനെയും കൂടെ കൂട്ടിയാൽ മതി. കാര്യം റിസൾട്ടന്റിന്റെ ഇക്വേഷൻ എടുത്ത് നിങ്ങൾ മറ്റേ പാരലോഗ്രാം ലോയുടെ ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ലോ ഓഫ് കൊസൈൻസ്, അതെടുത്ത് നോക്കിയാലും ഈ രണ്ട് കമ്പോണന്റുകൾ കൂട്ടുന്ന രീതിയിലേ നിങ്ങൾ കിട്ടുകയുള്ളൂ. ഓക്കെ, അത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ വെക്ടേഴ്സ് എന്നുള്ള ചാപ്റ്റർ നോക്കാവുന്നതാണ്. അപ്പൊ അതാ നോക്കൂ, E is equal to E plus cos theta plus E minus cos theta. അപ്പോൾ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് E is equal to E പ്ലസിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു 1/4πε0 Q by R square plus A square into cos theta. കണ്ടോ, E പ്ലസ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് മാഗ്നിറ്റ്യൂഡ് ആണ്, കൂടെ ഒരു cos theta. അപ്പൊ 1/4πε0 Q by R square plus A square cos theta plus E മൈനസിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, 1/4πε0 Q by R square plus A square cos theta. ഓക്കെ, ഇനി ദാ ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾ നോക്കിയാൽ ഇതാണ് തീറ്റ, മനസ്സിലായോ? ഈ തീറ്റ ഇതാണെങ്കിൽ കോസ് തീറ്റ എന്തായിരിക്കും? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസന്റ് സൈഡ് ഏതാണ്? എ ആണ്. ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പൊ ഫിഗറിൽ നിന്ന് കോസ് തീറ്റ എന്ത് കിട്ടി? എ ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് അതിനെ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റൈസ് ടു ഹാഫ് എന്ന് കൊടുക്കാം. അപ്പൊ ഈ എന്നുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? ഇത് രണ്ടും കൂടി കൂട്ടുക. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടും കുട്ടികളെ? ഇതിപ്പോ ഇത് ഒറ്റ ക്വാണ്ടിറ്റി, അതേ ക്വാണ്ടിറ്റിയാണ് ഇത്. അപ്പൊ എത്ര? 2 ഇൻറ്റു ദിസ് തിങ്. ഇപ്പൊ ഇത് എ പ്ലസ് ഇത് എ, അപ്പൊ എത്ര കിട്ടി? 2a. അതുപോലെയാണ് 2 ഇൻറ്റു 1/4πε0 Q by R square plus A square ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റയ്ക്കും കൂടി എന്ത് കൊടുക്കണം? ഈ ഒരു പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പൊ ആ 2 ഇൻറ്റു 1/4πε0 Q by R square plus A square ഇൻറ്റു ദ A by R square plus A square the whole raised to half. ഇവിടെ എന്ത് കിട്ടി? 1/4πε0 ഇവിടെ ഇരിക്കട്ടെ, Q ഇവിടെ ഉണ്ട്, 2a ഇവിടെ കൊണ്ടുവരുന്നു. അപ്പൊ Q ഇൻറ്റു 2a എന്നായില്ലേ? അപ്പോ ഡൈപോൾ മൊമെന്റ് പോലെ ആക്കാൻ വേണ്ടിയാണ്. ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1 ആണ്. ഇവിടെ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റൈസ് ടു ഹാഫ് ആണ്. അപ്പൊ രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റൈസ് ടു 1 പ്ലസ് ഹാഫ്. ദ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ റൈസ് ടു എം പ്ലസ് എൻ ആണ്. ശരിയല്ലേ? അപ്പൊ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1 പ്ലസ് ഹാഫ് എത്ര? 3/2 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതുവരെ എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. അപ്പൊ നമ്മൾ ഫൈനൽ റിസൾട്ടിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 മോളിൽ Q ഇൻറ്റു 2a ആയിരുന്നു. അതെന്താണ്? ഡൈപോൾ മൊമെന്റ് ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2. ഇനി നമുക്ക് വേർ P is equal to Q into 2a the electric dipole moment of the system. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്രോക്സിമേഷൻ കൊടുക്കുകയാണ്. നമ്മുടെ പോയിന്റ്, അതായത് നമ്മുടെ ഇക്വറ്റോറിയൽ ലൈനിലെ പോയിന്റ്, ആ ഡിസ്റ്റൻസ് എന്നത് നമ്മുടെ ഡൈപോളിന്റെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷന്റെ പകുതി, അതായത് എ എന്നതിനേക്കാൾ വളരെ 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 കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ എ എന്നത് ആറിനേക്കാൾ വളരെ 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 കുറവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് എ എന്നുള്ള ഈ ഒരു എ സ്ക്വയർ എന്ന ഈ കമ്പോണന്റിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. മനസ്സിലായി? എന്ന് വെച്ചാൽ ആർ സ്ക്വയർ, ഈ രണ്ട് ടേംസ് നോക്കിയാൽ ഇതിൽ വളരെ വലുത് ആരാണ്? ആർ സ്ക്വയർ. ആർ സ്ക്വയറുമായി നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ വളരെ ചെറുതായതുകൊണ്ട് ഇയാൾ അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോ ഇതിനകത്ത് ആരേ ഉള്ളൂ? ഇപ്പോ ബ്രാക്കറ്റിൽ ആർ സ്ക്വയർ മാത്രമേ ഉള്ളൂ, അല്ലെ? ആർ സ്ക്വയർ, പിന്നെ റൈസ്ഡ് ടു ആരാണ്? 3/2. ഇതെന്താണ്? എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം എൻ ആണ്. എന്ന് വെച്ചാൽ
ഈ എക്സ്പോണന്റുകൾ അല്ലെങ്കിൽ പവറുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. r⁻2 ഇൻറ്റു 3/2. 2 ഇൻറ്റു 3/2 എത്രയാണ്? 2 ഇൻറ്റു 3/2 3. അപ്പോൾ r³ ആണ്. എന്ന് വെച്ചാൽ ഈ ക്വാണ്ടിറ്റി അപ്രോക്സിമേഷൻ കൂടി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? 1/4πε0 p/r³. മനസ്സിലായോ? ഇനി വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കൂ, ഈസ് ഈക്വൽ ടു 1/4 വെക്റ്റർ ഇ ആണ്. വെക്റ്റർ ഇ ഈസ് ഈക്വൽ ടു 1/4πε0 p/r³ ഇൻറ്റു മൈനസ് പി ക്യാപ്പ് ആണ്. എന്തുകൊണ്ടാണ് മൈനസ് പി ക്യാപ്പ്? എന്തുകൊണ്ടാണ് കുട്ടികളെ മൈനസ് പി ക്യാപ്പ്? പറയൂ. ദാ നമ്മുടെ ഫിഗർ നോക്കിക്കേ. ഇതില് പി ക്യാപ്പ് എന്നത് ഡൈപോളിന്റെ ആക്സിസിൽ ഡൈപോളിന്റെ ഡയറക്ഷനാണ്. ഡൈപോളിന്റെ ഡയറക്ഷൻ ഏതാണ്? -q to +q, ഇങ്ങോട്ടാണ്. മനസ്സിലായോ? ഇങ്ങോട്ടുള്ളതെല്ലാം പോസിറ്റീവാണ്, അപ്പോൾ അങ്ങോട്ടുള്ളത് നെഗറ്റീവാണ്. ഇവിടെ നിങ്ങൾ നോക്ക്, ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ നെറ്റ് റിസൾട്ട് അല്ലെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ സം എന്നത് ഏത് ഡയറക്ഷനിലാണ്? ദാ ഈ ഡയറക്ഷനിലാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ പി ക്യാപ്പ് ആണോ? മൈനസ് പി ക്യാപ്പ് ആണ്. പി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനാണ്? എപ്പോഴും ഡൈപോളിന്റെ ഡയറക്ഷൻ -q to +q ആണ്. അപ്പോ മൈനസ് പി ക്യാപ്പ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ഫൈനൽ റിസൾട്ടിൽ വെക്റ്റർ ഇക്വേഷനിൽ ആ മൈനസ് പി ക്യാപ്പ് വന്നത്. കണ്ടോ? ഇൻ വെക്റ്റർ ഫോം E is equal to 1/4πε0 p/r³ ഇൻറ്റു മൈനസ് പി ക്യാപ്പ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഇത്. ഇത് വെക്റ്റർ ഫോം ആണ്, ഡയറക്ഷനും കൂടി സ്പെസിഫൈ ചെയ്യുന്ന. അപ്പൊ ഈ മൈനസ് ഇവിടെ എടുത്തിട്ട് ഇത് നെഗറ്റീവ് ആണെന്ന് പറയരുത്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെയാണ്, നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ രണ്ട് ഡെറിവേഷനുകൾ, വളരെ വളരെ പ്രധാനപ്പെട്ട ഡെറിവേഷനുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഈ ഡെറിവേഷനുകൾ 3 തവണയെങ്കിലും എഴുതി പഠിക്കണം. ഈ രണ്ട് ഡെറിവേഷനുകളും 3 തവണ എഴുതി പഠിക്കുക. നന്നായി എഴുതി പഠിച്ചിട്ട് വേണമെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. ഓക്കെ, ശരി. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ നോക്കാം. കുട്ടികളെ ശ്രദ്ധിക്കൂ. ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 1/4πε0 2p/r³. ഇക്വറ്റോറിയൽ ലൈനിലെയോ 1/4πε0 p/r³. അപ്പൊ നിങ്ങൾക്ക് ഈ ആക്സിയൽ എന്നത് 2 ഇൻറ്റു ഈ ഇക്വറ്റോറിയൽ എന്ന് പറഞ്ഞൂടെ? കാര്യം ഈ ഇക്വറ്റോറിയലിൽ നിങ്ങൾ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ആക്സിയൽ കിട്ടി. അപ്പോൾ നമുക്ക് അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പാരിസൺ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്സ് ഓൺ ദ ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഈ ആക്സിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പോൾ 2 ഇൻറ്റു ഈ ഇക്വറ്റോറിയൽ. രണ്ടും എന്തിനാണ് പ്രൊപ്പോർഷണൽ, അല്ലെങ്കിൽ എന്തിനാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ? ദ ഡിസ്റ്റൻസിന്റെ ക്യൂബിനാണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എങ്ങനെയായിരുന്നു? 1/4πε0 പറയൂ, q/r² ആയിരുന്നു. എന്ന് വെച്ചാൽ സോഴ്സ് ചാർജ് മുതൽ നമ്മുടെ ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനായിരുന്നു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. പക്ഷേ ഡൈപോളിന്റെ കേസിൽ അത് ക്യൂബിനാണ്. അത് നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിച്ചോളുക. ഇനി ഈ ആക്സിയലിന്റെ ഡയറക്ഷൻ നോക്ക്. അത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന് പാരലായിരുന്നു. എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ആക്സിയൽ ലൈനിലെ ഫീൽഡ് എങ്ങനെയായിരുന്നു? അതിന്റെ ഇക്വേഷൻ നിങ്ങളൊന്ന് എടുത്ത് നോക്കി. ഇതാണ്ടോ, ഇതാണ് ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ഉണ്ടോ? ഇവിടെ പി ക്യാപ്പ് ആണ്, മൈനസ് പി ക്യാപ്പ് അല്ല. എന്ന് വെച്ചാൽ പി ക്യാപ്പിന്റെ ഡയറക്ഷനിലേക്ക്, പി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഡയറക്ഷനാണ്? ഡൈപോളിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. അപ്പൊ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്തിന്റെ ഡയറക്ഷന് പാരലായിരിക്കും? ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷന് പാരലായിരിക്കും. എന്നാൽ ഇക്വറ്റോറിയലിന്റെ കേസിൽ നിങ്ങൾ നോക്കൂ, 1/4πε0 p/r³ മൈനസ് പി ക്യാപ്പ് ആണ്. എന്ന് വെച്ചാൽ ഡൈപോൾ ആക്സിസിന്റെ ഡൈപോളിന്റെ ഡയറക്ഷന്റെ അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷന് എന്തായിരിക്കും? ആന്റി പാരലൽ ആയിരിക്കും ഈ ഇക്വറ്റോറിയൽ ഫീൽഡ് അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ലൈനിലെ പിന്നെ ആ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന് ആന്റി പാരലൽ ആയിരിക്കും. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ കമ്പാരിസണിൽ എന്തൊക്കെ പഠിച്ചു? ഈ ആക്സിയൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു 2 ഇൻറ്റു ഈ ഇക്വറ്റോറിയൽ. ഈ ഇക്വറ്റോറിയലിന്റെ ഇരട്ടിയാണ് ഈ ആക്സിയലിലെ ഫീൽഡ്. രണ്ട് ഫീൽഡുകളും എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? r³ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, r²-നല്ല. അതുപോലെ ഈ ആക്സിയലിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന് പാരലൽ ആയിരിക്കും. അതുപോലെ ഈ ഇക്വറ്റോറിയലിലോ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന് ആന്റി പാരലൽ ആയിരിക്കും. അതുകൊണ്ടാണ് മൈനസ് എന്ന് വന്നത്. അത് ശ്രദ്ധിച്ചോളുക.
ഇനി നോക്കൂ, നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്ന കൺസെപ്റ്റ് ആണ് പോയിന്റ് ഡൈപോൾ. എന്താണ് പോയിന്റ് ഡൈപോൾ? നിങ്ങൾക്കറിയാം, -q-ഉം +q-ഉം രണ്ട് ചാർജുകൾ തമ്മിൽ 2a സെപ്പറേഷനിലാണ്, ഒരു നിശ്ചിത സെപ്പറേഷനിലാണെങ്കിൽ ഈ കോൺഫിഗറേഷനെ വെൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, ഒരേ മാഗ്നിറ്റ്യൂഡ് ഉള്ള എന്നാൽ വ്യത്യസ്ത ചാർജുകൾ ഒരു നിശ്ചിത ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനിൽ ഇരിക്കുകയാണെങ്കിൽ ആ കോൺഫിഗറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈപോൾ. അപ്പോൾ ഡൈപോളിന്റെ ഈ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ് 2a. അതിന് നമുക്ക് ഡൈപോൾ സൈസ് എന്നും വിളിക്കാം. ഡൈപോൾ സൈസ്. ഈ ഡൈപോൾ സൈസ് 0 ആകുന്ന കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഡൈപോൾ സൈസ് എന്ന് വെച്ചാൽ ഈ -q-ഉം +q-ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നതായിട്ട് 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നതായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾക്കറിയാം, ഡൈപോൾ മൊമെന്റ് P = q × 2a ആണ്. ഈ ഡൈപോൾ മൊമെന്റ് ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ 2a 0യിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ q ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഈ P എന്നുള്ള ക്വാണ്ടിറ്റി, P എന്നുള്ള പ്രോഡക്റ്റ് ഫൈനൈറ്റ് ആവൂ. ഇത് മാത്തമാറ്റിക്സിന്റെ ഭാഷയാണ്, കാൽക്കുലസിന്റെ. എന്ന് വെച്ചാൽ ഈ 2a 0യിലേക്ക് അപ്രോച്ച് ചെയ്തു വന്നാൽ ഈ q എന്നത് ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഇത് ഫൈനൈറ്റ് ആയി നിൽക്കൂ. ഇത് മാത്തമാറ്റിക്സിന്റെ ഭാഷയാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെയുള്ള കേസിൽ ഉള്ള ഡൈപോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഡൈപോൾ. ഒരിക്കൽ കൂടി പറയുന്നത്, എന്താണ് പോയിന്റ് ഡൈപോൾ? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാൽക്കുലസിന്റെ ഭാഷ പഠിക്കണം. നിങ്ങൾ ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ഇലക്ട്രോഡൈനാമിക്സ് എന്നുള്ള പോർഷനിൽ. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? വെൻ ദ ഡൈപോൾ സൈസ് 2a അപ്രോച്ചസ് 0, ദ ചാർജ് q അപ്രോച്ചസ് ഇൻഫിനിറ്റി ഇൻ സച്ച് എ വേ ദാറ്റ് ദ പ്രോഡക്റ്റ് P = q × 2a ഈസ് ഫൈനൈറ്റ്. ഓക്കെ, 2a 0യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ q ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഈ പ്രോഡക്റ്റ് ഫൈനൈറ്റ് ആവുകയുള്ളൂ. ഇതൊക്കെ മാത്തമാറ്റിക്സിന്റെ ഭാഷയാണ്. അങ്ങനെയുള്ള ഡൈപോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഡൈപോൾ. സച്ച് എ ഡൈപോൾ ഈസ് റെഫേർഡ് ടു ആസ് എ പോയിന്റ് ഡൈപോൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത്. വൃത്തിയായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. കുട്ടികളെ, അടുത്തതായിട്ട് നമ്മൾ പഠിച്ച ഡൈപോൾസ് എന്ന ഏരിയയുടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്, ഡൈപോൾ എന്ന കൺസെപ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്, അത് എന്തിനാണ് നമ്മൾ പഠിച്ചത് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു ഭാഗമാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതാ നോക്കൂ. In most molecules, the centers of positive charges and of negative charges lie at the same place. Therefore, the dipole moment is 0. മിക്ക മോളിക്യൂളുകൾ നമ്മൾ എടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒരേ ലൊക്കേഷനിലായിരിക്കും. ഫിസിക്കൽ ലൊക്കേഷൻ ഒന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. ഇപ്പൊ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവണമെങ്കിൽ എന്താണ് വേണ്ടത്? രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് എന്ത് ചെയ്യണം? ഒരു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനിൽ അറേഞ്ച് ചെയ്യപ്പെടണം. എന്നാൽ മാത്രമേ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവൂ. അതിനെ ഒരു ഫിസിക്കൽ ഡൈപോൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ മിക്ക മോളിക്യൂളുകളിലും പക്ഷെ അങ്ങനെ അല്ല. അപ്പൊ അവരുടെ ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, CO2, CH4, CO2 കാർബൺ ഡയോക്സൈഡ് ആണ്, CH4 മീഥൈൻ ആണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരുടെ ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. എന്നാൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് നോക്ക്, ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. അപ്പൊ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഈ ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. എന്നാൽ നെഗറ്റീവ് ചാർജോ ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുക. എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഫിസിക്കൽ ലൊക്കേഷൻ ഏകദേശം അടുത്തിരുന്നു. അപ്പോ ഡൈപോൾ മൊമെന്റ് 0 ആയിരുന്നു. പക്ഷെ ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഇവർ ജസ്റ്റ് ഒന്ന് അകന്നു. എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഉണ്ടായി. അപ്പോൾ ഡൈപോൾ മൊമെന്റ് ഉണ്ടായി. അപ്പോ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഡൈപോൾ മൊമെന്റ് ഇല്ലാതിരുന്ന ഈ മോളിക്യൂളുകളിൽ ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്യപ്പെട്ടു. മനസ്സിലായോ? അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു, ഇങ്ങനെയുള്ള മോളിക്യൂളുകൾ, കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ പോലെയുള്ള മോളിക്യൂളുകളുടെ പ്രത്യേകത, ഇവരുടെ പോസിറ്റീവ് ചാർജ് സെന്ററും നെഗറ്റീവ് ചാർജ് സെന്ററും കോയിൻസൈഡ് ചെയ്താണ് കിടന്നത്. എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും തമ്മിൽ കാര്യമായ സെപ്പറേഷൻ ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഡൈപോൾ മൊമെന്റ് ഇല്ലായിരുന്നു. എന്നാൽ
ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ അവർ ഒരു ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്തു. എന്നാൽ ചില മോളിക്യൂളുകളിൽ ഈ പോസിറ്റീവ് ചാർജ് സെന്ററും നെഗറ്റീവ് ചാർജ് സെന്ററും കോയിൻസൈഡ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാത്ത മോളിക്യൂളുകളുണ്ട്. ഓൾറെഡി പോസിറ്റീവ് ചാർജ് സെന്ററും നെഗറ്റീവ് ചാർജ് സെന്റർസും സെപ്പറേറ്റഡ് ആയി കിടക്കുന്ന ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉള്ള മോളിക്യൂൾസ് ഉണ്ട്. അങ്ങനെയുള്ള മോളിക്യൂളുകൾക്ക് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാതെ തന്നെ എന്തുണ്ട്? ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ പുറമേ നിന്നും ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും കൊടുക്കാതെ തന്നെ ഓൾറെഡി അവർക്ക് എന്തുണ്ട്? സ്വതവേ തന്നെ ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അങ്ങനെയുള്ള മോളിക്യൂളുകൾക്കുള്ളത് ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ആണ് എന്ന് നമുക്ക് പറയാം. പെർമനന്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ആബ്സെൻസിലും ഇവർക്ക് എന്തുണ്ട്? ഒരു പെർമനന്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അങ്ങനെയുള്ള മോളിക്യൂളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളാർ മോളിക്യൂൾസ്. എന്താണ് പോളാർ മോളിക്യൂൾസ്? ഇലക്ട്രിക് ഫീൽഡിന്റെ ആബ്സെൻസിലും എന്തുണ്ട്? ഒരു പെർമനന്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂളുകളെയാണ് പോളാർ മോളിക്യൂൾസ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ വാട്ടർ മോളിക്യൂൾ H2O ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കും. നമ്മൾ അടുത്ത ചാപ്റ്ററിലും ഇവരെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ എന്ത് ചെയ്തു? ഒരു പെർമനന്റ് അല്ല, ഒരു ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു. എന്ന് വെച്ചാൽ കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ പോലെയുള്ള ഇതിലെ പോസിറ്റീവ് ചാർജ് സെന്ററും നെഗറ്റീവ് ചാർജ് സെന്ററും കോയിൻസൈഡ് ചെയ്ത് കിടക്കുന്ന എന്താണ് ഡൈപോൾ മൊമെന്റ് 0 ആയിട്ടുള്ള മോളിക്യൂളുകളിൽ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ അവരിൽ എന്ത് വന്നു? ഒരു ഡൈപോൾ മൊമെന്റ് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ആപ്ലിക്കേഷൻ വഴി, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് വഴി മെറ്റീരിയലുകളുടെ പ്രോപ്പർട്ടികളിൽ വ്യത്യാസം വരുത്താൻ നമുക്ക് പറ്റും. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയ പ്രോപ്പർട്ടികൾ എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്ത് വരും ആ മെറ്റീരിയൽസിൽ. അതെല്ലാം എന്താണ്? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ അടുത്ത് ഇനി വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കും, ഹയർ ക്ലാസ്സസിലും ഒക്കെ പഠിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പഠിച്ച ഡൈപോൾ എന്ന കൺസെപ്റ്റിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക, അത് പഠിക്കുക. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡൈപോൾ ഇൻ എ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ്. അപ്പോൾ നമ്മൾ പഠിച്ച എന്താണ് ഡൈപോൾ? ഓക്കെ, ഡൈപോളിന്റെ പ്രോപ്പർട്ടികൾ എന്താണ്? ഡൈപോൾ കാരണം ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ, അത് നമ്മൾ പഠിച്ചു. ഡൈപോളിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡൈപോൾ എന്ന കോൺഫിഗറേഷനെ നേരെ എടുത്ത് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുകയാണ്. അതായത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഡൈപോളിന് ഈ ഫീൽഡുമായി യാതൊരു ബന്ധവുമില്ല. അതായത് ഈ ഫീൽഡ് ഉണ്ടാക്കിയത് ഈ ഡൈപോൾ അല്ല, മറ്റേതോ ചാർജുകൾ കാരണം സ്പേസിലുള്ള ഇലക്ട്രിക് ഫീൽഡിലേക്ക് നമ്മൾ ഒരു ഡൈപോളിനെ പ്ലേസ് ചെയ്യുമ്പോൾ ആ ഡൈപോളിന് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ ആ ഡൈപോളിന് എന്തൊക്കെ ഉണ്ടാകും. ഓക്കെ, അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡൈപോൾ ഇൻ എ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ്. ശ്രദ്ധിക്കുക, യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കാം. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റുകളിൽ ഏതൊരു പോയിന്റ് നിങ്ങൾ എടുത്തു നോക്കിയാലും അവിടെ ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും. അതാണ് യൂണിഫോം ഫീൽഡ്. ഈ പോയിന്റിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെ ഇ ആണെങ്കിൽ ഈ പോയിന്റിലും ഇ തന്നെയായിരിക്കും മാഗ്നിറ്റ്യൂഡ്. അതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. എന്നാൽ നോൺ യൂണിഫോം ഫീൽഡിലോ ഇവിടെയുള്ള ഫീൽഡ് സ്ട്രെങ്ത് ആയിരിക്കില്ല ഇവിടെയുള്ള ഫീൽഡ് സ്ട്രെങ്ത്. മനസ്സിലായോ? അതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോ അങ്ങനെയുള്ള അത് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റ് എടുത്താലും അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രിക് ഡൈപോളിനെ പ്ലേസ് ചെയ്യുന്നു. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം? മൈനസ് ക്യൂ ചാർജും പ്ലസ് ക്യൂ ചാർജും ഈക്വലന്റ് ഓപ്പോസിറ്റ് ചാർജസ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് ആണ് 2a. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഈ 4 ലൈൻസ് ഉണ്ടോ, അതാണ് ഇലക്ട്രിക് ഫീൽഡ്. അതിലേക്ക് നമ്മൾ ഈ ഡൈപോളിനെ പ്ലേസ് ചെയ്യുക. ഇതാ നോക്കൂ, കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെന്റ് P ഈക്വൽ ടു Q. ഡൈപോൾ മൊമെന്റ് P യുടെ ഇക്വേഷൻ അറിയാലോ, വെക്ടർ ആണ് Q × 2a P ക്യാപ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ്
അപ്പൊ അതാ നോക്കിക്കേ, പ്ലസ് ക്യൂ ചാർജിന്റെ പ്രത്യേകത എന്താണ്? പ്ലസ് ക്യൂ ചാർജ് മൈനസ് ക്യൂ ചാർജും ചേരുന്നതാണുള്ള ഡൈപോൾ. അപ്പോൾ പ്ലസ് ക്യൂ ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യും. കാര്യം എന്താണ്? അതിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ് നിങ്ങൾക്കറിയാം. ഇ എന്ന ഫീൽഡിൽ ക്യൂ എന്ന ചാർജ് ഇരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ. ഇപ്പൊ ക്യൂ ഇൻറ്റു ഇ നോക്ക്, പിന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഈ ചാർജ് മൂവ് ചെയ്യുക. എന്ന് വെച്ചാൽ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ, പ്ലസ് ക്യൂ ഇ. ഇനി മൈനസ് ക്യൂ ചാർജ് പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇ. അപ്പോൾ ഇതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ ഇ. എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ഈ മൈനസ് ക്യൂ ചാർജിൽ ഫോഴ്സ് അനുഭവപ്പെടുക. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയി മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ആര് കാണിക്കുന്നത്? നമ്മുടെ നെഗറ്റീവ് ചാർജ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതാണ് നമ്മുടെ ഡൈപോൾ മൈനസ് ക്യൂ പ്ലസ് ക്യൂ. ഇതിന്റെ രണ്ട് ചാർജുകളുടെ പിന്നെ കാര്യം നിങ്ങൾ നോക്കി, ഒരിടത്ത് ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഒരിടത്ത് ഇങ്ങോട്ടാണ്. ഈ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ, രണ്ടും ക്യൂ ഇ തന്നെയാണ്, പക്ഷേ ഡയറക്ഷൻ മാറി. എന്ന് വെച്ചാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് ഈ ഡൈപോളിന്റെ രണ്ട് എൻഡുകളിലായി ആക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, അങ്ങനെയുള്ള കേസിൽ ഒരു പുതിയ ക്വാണ്ടിറ്റിയെ നിങ്ങൾ പരിചയപ്പെടുന്നു, അതിനെയാണ് ടോർക്ക് എന്ന് വിളിക്കുക. ശരിയല്ലേ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് രണ്ട് എൻഡിൽ ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ട്വിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് ഈ ഒരു പേന ഇങ്ങനെ ഇരിക്കുന്ന ഈ പേന, ഇവിടെ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു, ഇവിടെ അങ്ങനെ ആക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും? ടേണിംഗ് എഫക്റ്റ് ഉണ്ടാകും. അങ്ങനെ ടേണിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഫോഴ്സിന്റെ റൊട്ടേഷണൽ അനലോഗിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോർക്ക്. മനസ്സിലായോ? നമ്മൾ കഴിഞ്ഞ വർഷം സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ കണ്ടില്ലേ, ബിക്കോസ് ഓഫ് ദ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ടിംഗ് അറ്റ് ദ ടു എൻഡ്സ് ഓഫ് ദ ഡൈപോൾ എ ടോർക്ക് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഡൈപോൾ. ഈ ഡൈപോൾ എന്ത് ചെയ്യും? ഈ പേന തിരിഞ്ഞതുപോലെ ഈ ഡൈപോളിലും ടോർക്ക് അനുഭവപ്പെടും. അങ്ങനെ ഈ ഡൈപോൾ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്ത് എന്ത് ചെയ്യും? ഈ ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. അതാണ് ഡൈപോളിനുണ്ടാവുന്നത്. മനസ്സിലായോ? അതാണ് കണ്ടോ. സോ ദ ഡൈപോൾ വിൽ റൊട്ടേറ്റ് till it becomes parallel to the electric field. ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആകുന്നത് വരെ എന്ത് ചെയ്യും? ഇങ്ങനെ ഇരുന്ന ഡൈപോള് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആകുന്നത് വരെ. അപ്പോ ഇതിൽ ഡെവലപ്പ് ചെയ്ത ടോർക്കിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾക്കറിയാം, ടോർക്കിന്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. എന്ന് വെച്ചാൽ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ്. അപ്പൊ അതിൽ ഒരു ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്, ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്നാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു ഈ രണ്ട് ഫോഴ്സിന്റെയും ലൈൻസ് ഓഫ് ആക്ഷൻ. ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എങ്ങനെയാണ്? ഇങ്ങനെയാണ്. അപ്പൊ ആ ലൈൻ ഓഫ് ആക്ഷനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ. ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇതാണ്. ആ രണ്ട് ലൈൻസ് ഓഫ് ആക്ഷൻ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ നിങ്ങൾ ഈ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ടോർക്കാണ്. മനസ്സിലായോ? ടോർക്കിന്റെ മാഗ്നിറ്റ്യൂഡാണ്. ടോർക്ക് ഒരു വെക്ടർ ആണ്. ഓക്കെ, അപ്പോ വൺ ഓഫ് ദ ഫോഴ്സസ് അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് ഓഫ് ആക്ഷൻ. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? അപ്പൊ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? QE അല്ലെ? QE ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ആംഗിൾ തീറ്റയാണ്. ശരിയല്ലേ? അപ്പൊ നിങ്ങള് സൈൻ തീറ്റ, ഈ ട്രയാംഗിൾ ABC-യില് സൈൻ തീറ്റ ഒന്ന് എടുത്ത് നോക്കിയേ. സൈൻ തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടി? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ ഈ സൈഡ് BC അല്ലേ? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. BC ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാണതാ? 2A. ശരിയല്ലേ? അപ്പൊ ഈ BC എന്ന് വെച്ചാൽ എന്താണ്? 2A ഇൻറ്റു സൈൻ തീറ്റ. അപ്പൊ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി എത്ര? 2A ഇൻറ്റു സൈൻ തീറ്റ. മനസ്സിലായോ? അപ്പൊ QE ഇൻറ്റു 2A സൈൻ തീറ്റ. ഇതിൽ Q ഇൻറ്റു 2A നിങ്ങൾ ഒരുമിച്ച് എഴുതുകയാണ്, ഇൻറ്റു ഈ സൈൻ തീറ്റ. ഈ Q ഇൻറ്റു 2A എന്താണ്? ഡൈപോൾ മൊമെന്റ് അല്ലേ? P. സോ P സൈൻ തീറ്റ. നോക്ക്, ഡൈപോൾ മൊമെന്റ് ഒരു വെക്ടർ ആണ്.
ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ആണ്. ഈ രണ്ട് വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്ത് എ ബി സൈൻ തീറ്റ എന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾ ഒരു ഇക്വേഷൻ ഓർമ്മിക്കുന്നുണ്ടോ? ക്രോസ് പ്രോഡക്റ്റ്, രണ്ട് വെക്ടറുകളുടെ ക്രോസ് പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ എ ക്രോസ് ബി എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ. അതുപോലെ ഇവിടെ പി ഇൻറ്റു ഇ, മാഗ്നിറ്റ്യൂഡ് ഓഫ് പി ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പി ക്രോസ് ഇ അല്ലേ? അപ്പൊ വെക്ടർ ഫോമില് ടോർക്ക് ഈസ് എ വെക്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഫോർമുല. ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചാണ് പറയുന്നത്. റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, എന്ന് വെച്ചാൽ പിയുടെ ഡയറക്ഷൻ ഏതാണ്? പിയുടെ ഡയറക്ഷൻ മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ, ദാ ഇതാണ് കണ്ടോ പി. ഇയുടെ ഡയറക്ഷൻ ഏതാണ്? ദാ ഇതാണ്. ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയ ഡയറക്ഷനിലായിരിക്കും ടോർക്ക് ആക്ട് ചെയ്യുക. മനസ്സിലായോ? അതാണ് ടോർക്കിന്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു വെക്ടർ ഈക്വൽ ടു പി ക്രോസ് ഇ അല്ലെങ്കിൽ പി സൈൻ തീറ്റ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്. ഒരു ഡൈപോള് മൈനസ് ക്യൂ പ്ലസ് ക്യൂ, ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ ഇതാണ്. അതിനെ ഇ എന്ന എക്സ്റ്റേണൽ ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ അതിൽ ടോർക്ക് അനുഭവപ്പെടുന്നു. ആ ടോർക്കിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ കണ്ടെത്തിയത്. ആ ടോർക്ക് കാരണം ഈ ഡൈപോൾ ടേൺ ചെയ്യുന്നു. ടേൺ ചെയ്ത് ഫീൽഡുമായി അലൈൻ ചെയ്യപ്പെടുന്നത് വരെ അത് ടേൺ ചെയ്യുന്നു. ഇതാണ് ഡൈപോൾ ഇൻ എ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? വ്യക്തമായി പഠിച്ചിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് ഓരോ സ്പെഷ്യൽ കേസ് നോക്കാം. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? പിയും ഇയും തമ്മിലുള്ള ആംഗിൾ അത് 0 ആകുമ്പോ എന്ത് സംഭവിക്കും? ടോയുടെ ഇക്വേഷൻ എന്താണ്? പി സൈൻ തീറ്റയാണ്. അപ്പൊ 0 കൊടുക്കുമ്പോ സൈൻ 0 ആണ്. അപ്പോ ഇവിടെ തീറ്റ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആംഗിൾ 0 എന്ന് പറഞ്ഞാൽ ഈ പിയും ഇയും തമ്മിലുള്ള ആംഗിൾ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈപോള് ഇലക്ട്രിക് ഫീൽഡിന്, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് പാരലലാകുമ്പോ ടോർക്ക് ഉണ്ടോ? ഇല്ല. സോ വെൻ ദ ഡൈപോൾ മൊമെന്റ് പി ഓഫ് ദ ഡൈപോൾ ഈസ് പാരലൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ഇ, നോ ടോർക്ക് ആക്ട്സ് ഓൺ ദ ഡൈപോൾ. ശരിയല്ലേ? അപ്പൊ ഈ കേസിൽ ഡൈപോൾ സ്റ്റേബിൾ ഈക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാം. അപ്പൊ എന്താണ് സ്റ്റേബിൾ ഈക്വിലിബ്രിയം കണ്ടീഷൻ? ഡൈപോൾ മൊമെന്റ് ഇലക്ട്രിക് ഫീൽഡുമായി പാരലലി അലൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള ആംഗിൾ 0 ആകുമ്പോൾ സ്റ്റേബിൾ ഈക്വിലിബ്രിയത്തിലാണ്. ഇനി കേസ് 2, തീറ്റ 90 ഡിഗ്രി, പിയും ഇയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി എന്ന് വെച്ചാൽ ഈ ഇങ്ങനെയാണെങ്കിൽ പി എന്താണ്? ഇങ്ങനെയാണ്. രണ്ടുപേരും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോൾ എന്ത് സംഭവിക്കും? ടോ ഇസ് ഈക്വൽ ടു പി ഇ സൈൻ 90. സൈൻ 90 1 ആണ്. അപ്പോൾ പി ഇ ഇൻറ്റു 1, പി മാക്സിമം വാല്യൂ ആണ്. കാരണം സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ 1 ആണ്. ശരിയല്ലേ? എന്ന് വെച്ചാൽ ഡൈപോൾ മൊമെന്റ് എക്സ്റ്റേണൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഡൈപോളിൽ മാക്സിമം ടോർക്ക് ആക്ട് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ when the dipole moment P of the dipole is perpendicular to the electric field E, maximum torque acts on the dipole. ടോ മാക്സ് എത്രയാണ്? അതിന്റെ വാല്യൂ പി ഇ. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും, പ്രോബ്ലംസ് ചോദിക്കും. നമുക്കത് ചെയ്യാം. ഇനി കേസ് 3 നോക്ക്. തീറ്റ 180 ഡിഗ്രി ആകുമ്പോൾ എന്താ സംഭവിക്കുക? 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാ ഈ ഇങ്ങനെയാണ്. ഇതാണ് ഇ എങ്കിൽ പി എങ്ങനെയാണ് കിടക്കുക? 90 അല്ല, 180 ആണ്. ഇയും പിയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 180 ആണ്. 180. അങ്ങനെയാകുമ്പോൾ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു പി സൈൻ 180. സൈൻ 180യുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. എന്ന് വെച്ചാൽ when the dipole moment of the electric dipole is anti-parallel ആണ്. മനസ്സിലായോ? പാരലൽ അല്ല, ആന്റി പാരലൽ ആണെങ്കിൽ ടോർക്ക് ഒന്നും ആക്ട് ചെയ്യില്ല. ഓക്കെ, ഈ കേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം. ഈക്വിലിബ്രിയം ആണ്, പക്ഷേ അൺസ്റ്റേബിൾ ആണ്. എന്തെങ്കിലും ചെറിയൊരു എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ആ ഈക്വിലിബ്രിയം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതിനെയാണ് അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം എന്ന് വിളിക്കുക. അപ്പൊ ആദ്യത്തേത് സ്റ്റേബിൾ ഈക്വിലിബ്രിയം വെൻ തീറ്റ ഈക്വൽ ടു 0. രണ്ടാമത്തത് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി മാക്സിമം വാല്യൂ. തീറ്റ 180 ഡിഗ്രി ആണെങ്കിലോ
ഡൈപോൾ മൊമെന്റും ഇലക്ട്രിക് ഫീൽഡും ആന്റി പാരലാണ്. ടോർക്ക് ആക്ട് ചെയ്യോ? ഇല്ല. ഈ കേസിൽ ഇലക്ട്രിക് ഡൈപോൾ അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയത്തിൽ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മൂന്നും വൃത്തിയായി എഴുതിയെടുക്കുക, മനസ്സിലാക്കുക. ഓക്കെ, ഇതുമായിട്ടുള്ള പ്രോബ്ലംസ് നമുക്കിനി ചെയ്യാം. ശരി അപ്പോൾ.